Namaste, welcome to Explore with Cooks. ഇന്ന് നമ്മളിവിടെ ഒരു അടിപൊളി ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഇത് ഞങ്ങളുടെ വീട്ടിൽ തേങ്ങയില്ലാത്തപ്പോൾ അമ്മ ഉണ്ടാക്കുന്നൊരു ഫിഷ് കറിയാണ്. എത്ര തേങ്ങ ഇട്ടാലും ഈ ഫിഷ് കറിയുടെ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. സോ ഈ പൂക്കളം പോലെ ഇരിക്കുന്നതാണ് ഇന്ന് ഫിഷ് കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഉലുവ എടുത്തിട്ടുണ്ട്, വാളംപുളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. കുടംപുളി യൂസ് ചെയ്യുന്നവർക്ക് അതെടുക്കാം. ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, ടൊമാറ്റോ, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇത് തലയും വാലും ഉണ്ടായിരുന്നപ്പോൾ ഈ മീൻ 1 കിലോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ½ kg കൂടുതലേ വരത്തുള്ളൂ. ചൂരയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് പൊടികൾ ചൂടാക്കുന്നതാണ്. ഉലുവ ഞാൻ ഇട്ട് കൊടുത്തു. ഉലുവപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഒന്ന് മൂത്ത് വരട്ടെ. മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് മൂപ്പിച്ചെടുക്കാം. മല്ലിപ്പൊടി മൂക്കാൻ ഇച്ചിരി ടൈം കൂടുതലെടുക്കും. അത് മല്ലിപ്പൊടി ഫസ്റ്റ് ഇട്ടത്. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ മുളക് പൊടി ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക. തീ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അമ്മമാരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഓൾറെഡി മൂപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം. ഇതൊന്ന് മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് നമ്മുടെ ഉലുവയൊക്കെ ഒന്ന് അരിഞ്ഞ് കിട്ടുമ്പോഴത്തേക്ക്. സൂപ്പറായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി മൂപ്പിച്ച് വെച്ചിട്ടുള്ള പൊടികളാണെങ്കിൽ ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. നമുക്കിനി ഒരു 2 ടൊമാറ്റോ അരച്ചെടുക്കാം. ഇടത്തരം വലുപ്പമുള്ള 2 ടൊമാറ്റോസാണ്. ഇതാണ് ശരിക്കും നമ്മുടെ മീൻ കറിയുടെ ടേസ്റ്റ് കേട്ടോ. നമുക്ക് പാൻ ചൂടാക്കാം. മീൻ ചട്ടിയാണ് നല്ലത്. ഓക്കെ, ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. ശേഷം നമുക്ക് പുട്ട് സം കടുകുമണീസൊക്കെ പൊട്ടിത്തെറിക്കുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടാം. ഒരു 7-8 ചെറിയ ഉള്ളി ഉണ്ടാവും. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇഞ്ചി കട്ട് ചെയ്തത് ഇടാം. നമുക്ക് ചൂര എടുത്തത് കൊണ്ടാണ് ഞാൻ ഇഞ്ചി ഇട്ടത്. വേറെ എന്തെങ്കിലും മീനാണെങ്കിൽ ഇഞ്ചി അവോയ്ഡ് ചെയ്യാം. ഇഞ്ചി വേണമെന്നില്ല. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒരു 4-5 പച്ചമുളകുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില. ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ മിക്സ് ചെയ്തിരിക്കുന്നില്ലേ, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ കറി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കുക. മുരിങ്ങയ്ക്ക ഇല്ലാത്ത മീൻ കറിയോ? ഇല്ലെങ്കിൽ വേണ്ട, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. അതിലേക്ക് നമ്മുടെ ടൊമാറ്റോ അരച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അടുത്ത് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുടംപുളി ആണെങ്കിൽ അതിട്ട് കൊടുക്കുക. ഇനി നമ്മുടെ കറി ഒന്ന് തിളയ്ക്കണം. ഈ കറിയിലേക്ക് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം. സോ നമ്മുടെ കറിയിലേക്ക് മീൻ ആഡ് ചെയ്യാം. നന്നായിട്ട് മീൻ കറിയിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഭയങ്കര എളുപ്പമല്ലേ മീൻ കറി ഉണ്ടാക്കാൻ. എത്ര കുക്കിംഗ് അറിഞ്ഞൂടാത്തവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റും. നമുക്കിതിനി അടച്ചു വെച്ചിട്ട് ഒരു 10 to 15 minutes കുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എളുപ്പമല്ലേ? സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റാണ്. നല്ല ചൂട് ചോറിൻ്റെ മേത്ത് ഈ ഫിഷ് കറി ഒന്ന് ഒഴിച്ച് കുഴച്ച് നാട്ടിലോട്ട് വെക്കണം.
ആ കറിയുടെ ആ എരിവും പുളിയും നാക്കി തട്ടുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് സൂപ്പറാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.